കുറഞ്ഞ ബഡ്ജറ്റിൽ 2 നില വീട് ആഗ്രഹിച്ച് നമ്മളെ പലരും കോൺടാക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ഈ കാണിക്കുന്ന വീട് കുറഞ്ഞ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു 2 നില വീടാണ് നമ്മളിന്ന് കാണിക്കുന്നത്. അപ്പം ഈ ഒരു വീടിൻ്റെ പ്രൈസ് ആദ്യമേ പറയാം. അപ്പോൾ 59 ലക്ഷമാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. നമുക്ക് 2 നില വീടിൽ 4 ബെഡ്റൂമാണ് നമുക്ക് വരുന്നത്. താഴെ തന്നെ നമുക്ക് 2 ബെഡ്റൂമും മുകളിൽ 2 ബെഡ്റൂമായിട്ട് വരുന്ന ഈ ഒരു വീടാണ് വരുന്നത്. അപ്പോൾ ഈ വീട് പലരും നമുക്ക് 2 നില വീട് കുറഞ്ഞൊരു ബഡ്ജറ്റ് ചോദിച്ച് വരുന്നവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ നിന്ന് പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീടിൻ്റെ വിശേഷമാണ് നമ്മളപ്പോൾ ഇന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു വീട് വരുന്നത് ട്രിവാൻഡ്രത്ത് പൊറ്റയിൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് നമുക്ക് ഇവിടെ ഒരു 9 കിലോമീറ്റർ മാറിയിട്ടാണ് വരുന്നത്. നമ്മൾ ട്രിവാൻഡ്രത്ത് തന്നെ രാമേന്ദ്രയുടെ അവിടെ നിന്ന് നമുക്കൊരു 3 കിലോമീറ്ററും പിന്നെ നമുക്ക് പാപ്പനംകോട് ഹൈവേ നിന്ന് ഒരു 6 കിലോമീറ്ററും പിന്നെ നമ്മുടെ മെയിൻ ഈ ഒരു സ്ഥലം പൊറ്റയിൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. പൊറ്റയിൽ ജംഗ്ഷനിൽ നിന്ന് ഒരു 500 മീറ്റർ മാറിയിട്ടാണ് നമുക്ക് ഈ ഒരു വീട് വരുന്നത്. ഫ്രണ്ട് നമുക്ക് ഈ ഒരു വരുന്ന ഭാഗത്ത് ഫുള്ളും ടാർ ചെയ്തിട്ടുണ്ട്. ചുറ്റും റെസിഡൻഷ്യൽ ഏരിയയാണ്. നമുക്ക് വേറെ വീടുകൾ നമുക്ക് ഈ ഒരു വീടിൻ്റെ ചുറ്റുപാടും തന്നെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 4 ബെഡ്റൂം ഉള്ളതാണ്, 4 അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂം ഉള്ളതാണ്. കൂടാതെ ഈ ഒരു വീട് 4 സെൻറ്റിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. 1850 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് ടോട്ടലായിട്ട് പണിതിരിക്കുന്നത്. അപ്പോൾ ഈ വീടിൻ്റെ പുറമേ നിന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ ഒരു ഡിസൈനാണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത്. നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ കൊടുത്ത് നമുക്ക് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു സ്ലൈഡിങ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകൾ കാണാം. അപ്പോൾ വീടിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ ഒരു വീടിന് പൈപ്പ് കണക്ഷനും ബോർവെല്ലുമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ നമുക്കൊരു 2 കാർ വരെ സുഖമായി പാർക്ക് ചെയ്യാനുള്ള പാർക്കിംഗ് സ്പേസ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് ഈ ഒരു വ്യൂ ആണ് നമുക്ക് ഒരു വീടിന് വരുന്നത്. സൈഡിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഒരു കളർ തീമാണ് ഈ വീടിന് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. നമുക്കിവിടെ സിറ്റ് ഔട്ട് വരുന്നുണ്ട്. 12x4 ഡയമെൻഷനിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെ വാളിലെല്ലാം വാൾ ടൈൽ യൂസ് ചെയ്ത് ഈ ഒരു കളർ തീമാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ട് എല്ലാം തന്നെ നമുക്ക് കുറച്ച് വൈഡായിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഫ്രണ്ടിൽ അടുത്ത റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് വേറെ വീടുകളെല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് ഈ വീടിൻ്റെ ഫ്രണ്ട് ഡോറ് വരുന്നത്. അപ്പോൾ പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ട് ഡോറാണ് നമുക്കിവിടെ വരുന്നത്. ഒരു പ്രത്യേക ഡിസൈനൊക്കെ കൊടുത്ത് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള ഒരു പ്ലാവിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡോറാണ് വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ച ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഉള്ളിലോട്ട് പ്രവേശിക്കുമ്പോൾ 20x10 ഡയമെൻഷനിലുള്ള ഒരു ലിവിങ് ഏരിയയാണ് നമുക്ക് കയറി വരുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ 20x10 ഡയമെൻഷനിലുള്ള ഈ ഒരു ലിവിങ് ഏരിയയാണ് നമ്മൾ കയറി വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ഇവിടെ ആയിട്ട് ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ജിപ്സം ബോർഡിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു TV യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തൊട്ട സൈഡിലായിട്ടാണ് ഇവിടെ ഒരു സ്റ്റെയർ വരുന്നത്. അതിൻ്റെ തൊട്ട് താഴെ കബോർഡ് വർക്ക് നമുക്കിവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. കബോർഡ് വർക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഇവിടുത്തെ ലിവിങ് ഏരിയ. കുറച്ച് വിശാലമായിട്ടുള്ള ലിവിങ് ഏരിയ തന്നെയാണ്. നമുക്കിപ്പോൾ ലിവിങ് ഏരിയയുടെ കോർണറിൽ നിന്നുള്ളൊരു വ്യൂ ഇങ്ങനെയാണ് വരുന്നത്. നമുക്കിവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. ലിവിങ് ഏരിയ നമുക്ക് അവിടെ നിന്ന് കയറി വരുമ്പോൾ ഈ ഒരു ഡിസൈനാണ്. നമുക്ക് ഈ സൈഡിൽ നിന്നാണ് നമുക്ക് മുകളിലോട്ട് സ്റ്റെയറിൽ കയറി പോകാനായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. പിന്നെ ആ ഒരു സൈഡിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് വരുന്നത്. ഒരു ബെഡ്റൂം അവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ നോക്കുമ്പോഴത്തേക്ക് ഇതാണ് നമുക്ക് ഇവിടുത്തെ സൈഡിലത്തെ ഡൈനിങ് ഏരിയ വരുന്നത്. അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ള ഡൈനിങ് ഏരിയയാണ്. നമുക്കിവിടെ പാർട്ടീഷൻ ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരു പോർഷൻ നമുക്ക് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്കവിടെ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള പ്രോഡക്റ്റൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കിവിടെ ഇങ്ങോട്ട് അകത്തോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെയാണ് ഡൈനിങ് ഏരിയ വരുന്നത്. അപ്പോൾ 12x10 ഡയമെൻഷനിൽ തന്നെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയിൽ നമുക്കിവിടെ ആയിട്ട് ജസ്റ്റ് ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നല്ല കളർഫുള്ളായിട്ട് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കറങ്ങുന്ന ടൈപ്പ് ഒരു ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ സൈഡിലൊക്കെ നമുക്ക് എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഒക്കെ ഇവിടെ പലയിടത്തായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ടൊരു ഡിസൈനുണ്ട്, ഒരു ക്യാറ്റിൻ്റെ ഡിസൈനൊക്കെ കൊടുത്ത് വാളെല്ലാം നല്ല ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ആയിട്ടാണ് നമുക്കിവിടെ വാഷിംഗ് യൂണിറ്റൊക്കെ വരുന്നത്. സാറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ മിററും ലൈറ്റും ബാക്കി സംഭവം ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തോട്ട് ഉള്ള ഒരു വ്യൂ വരുന്നത്.
അപ്പോൾ ലിവിങ് ഏരിയ ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ഡൈനിങ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇനി നമുക്ക് ഇവിടുത്തെ കിച്ചൺ നമ്മൾ കാണാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഈ കിച്ചൺ വരുന്നത്. അപ്പോൾ ഈ കാണുന്ന കിച്ചൺ 12x10 ഡയമെൻഷനിൽ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കിച്ചനാണ് നമുക്കിവിടെ വരുന്നത്. നമുക്കിവിടെ മുകളിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് വീടിൻ്റെ കിച്ചൺ വരുന്നത്. അപ്പോൾ MDF ഷീറ്റിൽ ലാമിനേറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയലാണ് നമുക്കിവിടെ കിച്ചണിൽ യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടോ, നല്ല ഒരു കളർ തീം ചെയ്തിട്ടുണ്ട്. താഴെ ഒരു വൈറ്റ് തീമും മുകളിലൊരു വുഡൻ ഫിനിഷിംഗ് കൊടുത്തിട്ടാണ് ഇവിടുത്തെ മെറ്റീരിയൽ നമുക്ക് വരുന്നത്. പിന്നെ തറയിൽ നമുക്ക് ടെയിൽ ഗ്രിപ്പ് കിട്ടുന്ന ടെയിൽ നമുക്ക് നടുക്ക് വരുന്നുണ്ട്. സൈഡിലായിട്ട് നമുക്ക് നോർമൽ ടെയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു സിങ്ക് മൾട്ടിപർപ്പസ് ആയിട്ട് വരുന്ന ഒരു ചെറിയ സിങ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ പവർ യൂണിറ്റ് നമുക്ക് രണ്ട് ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. ധാരാളം കബോർഡ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ധാരാളം സ്റ്റോറേജ് സ്പേസും നമുക്ക് ഈ ഒരു വീടിൽ നിന്ന് നമുക്ക് കിച്ചണിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഈ വീടിൻ്റെ പുറകുവശമൊക്കെ കാണാം. നമ്മൾ പുറകിൽ വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ ആയിട്ട് ഒരു നനകല്ല് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു പോർഷനിൽ നമുക്ക് ഇപ്പം എന്തെങ്കിലും വേസ്റ്റ് കത്തിക്കാനൊക്കെ ഉള്ള ഒരു സ്പേസ് നമുക്കിവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ വീടിൻ്റെ പുറകുവശത്ത് കുറച്ച് അത്യാവശ്യം നല്ല സ്പേസ് നമുക്ക് പുറകുവശം നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് കിച്ചൻ്റെ വിശേഷം വരുന്നത്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ നോക്കി, നമ്മൾ ഡൈനിങ് ഏരിയ, കിച്ചണും നമ്മൾ നോക്കി. ഇനി നമുക്ക് ഈ ഒരു വീടിന് 2 ബെഡ്റൂമാണ് താഴെ വരുന്നത്. അപ്പോൾ ഒരു ബെഡ്റൂം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിവിങ് ഏരിയ കയറി വരുന്ന ആ ഒരു വാതിലിൻ്റെ സൈഡിലായിട്ടും ഒരു ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷനിലാണ് വരുന്നത്. അപ്പോൾ ആദ്യത്തെ നമുക്ക് ബെഡ്റൂം നോക്കാം. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് ഈ ഒരു വീടിന് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു പോർഷനിലാണ് നമുക്ക് ആദ്യത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു വാർഡ്രോബ് വരുന്നുണ്ട്. മൾട്ടിവുഡിൽ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു വാർഡ്രോബാണ് വരുന്നത്. നമുക്ക് ധാരാളം ഡ്രസ്സായാലും നമുക്ക് എന്തെങ്കിലും മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യാൻ സൂക്ഷിച്ച് വയ്ക്കാനൊക്കെ ഉള്ള ഒരു നല്ലൊരു സ്പേസ് ഉണ്ട്. നടുക്കായിട്ട് ഒരു മിറർ നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അകത്ത് വരുന്ന കാഴ്ചകൾ. ഇനി നമുക്കിവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. അപ്പോൾ ഇതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോറിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് താഴെ നമുക്ക് ഗ്രിപ്പിംഗ് ടെയിൽ കിട്ടിയിട്ടുണ്ട്. ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ് നമുക്കിവിടെ മൊത്തത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു കളർ തീമാണ് ഈ ഒരു ബാത്റൂമിന് വരുന്നത്. നോർമലി ബാക്കി എല്ലാ സംഭവങ്ങളും നമുക്കിവിടെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം കൂടെ ആണുള്ളത്. നമുക്ക് ഈ ഒരു സ്ഥലത്താണ് നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ അതും കൂടെ കാണാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് അടുത്തൊരു ബെഡ്റൂം വരുന്നത്. ഇതും 12x10 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിലും കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നമുക്ക് വാർഡ്രോബ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം കണ്ട വാർഡ്രോബിനേക്കാളും കുറച്ചും കൂടെ ചെറുതാണ്. ഈ 2 പാളിയാണ് നമുക്ക് ഇവിടുത്തെ ഡോറ് വരുന്നത്. പിന്നെ ഒരു വലിയ മിററും മിററിൻ്റെ തന്നെ പുറകു സൈഡിലായിട്ട് നമുക്കൊരു സ്റ്റോറേജ് സ്പേസും ഉണ്ട്. ഇവിടെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പം അതാണ് ഇവിടെ വാർഡ്രോബ് വരുന്നത്. ഇനി ഇവിടുത്തെ നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു പോർഷനിലാണ്. നമുക്ക് അതുകൂടെ കാണാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോറ് കൊടുത്തിട്ടുണ്ട്. താഴെ നമുക്ക് ഗ്രിപ്പിംഗ് ടെയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ സറയുടെ പ്രോഡക്റ്റാണ് നമുക്കിവിടെ ബ്രാൻഡഡ് ആയിട്ട് വരുന്ന ഫിറ്റിങ്സ് വരുന്നത്. ഇതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ കളർ തീം വരുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ മൊത്തത്തിലുള്ള വിശേഷമെല്ലാം നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ഈ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഈ കാണുന്ന സ്റ്റെയർ വഴിയാണ് നമുക്ക് മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകേണ്ടത്. അപ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചയും കൂടെ കാണാം. നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഒരു സൈഡിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റീലിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു ഹാൻഡിൽസാണ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. മുകളിൽ നോക്കുമ്പോൾ കണ്ടോ, ഒരു വുഡൻ തീമിൽ മുകളിൽ ചെയ്ത് നടുക്കായിട്ട് ഒരു ഫാൻസി ലൈറ്റ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മുകളിലെ കാഴ്ച വരുന്നത്. അപ്പോൾ നമുക്കിനി മുകളിൽ ഫസ്റ്റ് ഫ്ലോറിലെ നമുക്ക് അവിടുത്തെ ഏരിയയും കൂടെ ഒന്ന് നോക്കാം. ബാക്കി ബെഡ്റൂം 2 ബെഡ്റൂം മുകളിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെയാണ് ഒരു സ്പേസ് വരുന്നത്. അപ്പോൾ നമ്മൾ താഴെ നിന്ന് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടാണ് നമ്മൾ മുകളിൽ വന്നത്. അപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ഒരു വഴി വന്നിട്ട് നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്കാണ് നമുക്കൊരു ലിവിങ് ഏരിയ കണ്ടത്. ഈ ഒരു ലിവിങ് ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയ നമുക്ക് വരുന്നത് 20x12 ഡയമെൻഷനുള്ള ഒരു ലിവിങ് ഏരിയയാണ് വന്നത്. നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള നമുക്ക് ഇൻ ഔട്ട് കണക്ഷനൊക്കെ നമുക്ക് ഇതിൻ്റെ ഒരു കോർണറിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു
ലിവിങ് ഏരിയ വരുന്നത്. ഇപ്പോൾ ഇവിടെയായിട്ട് നമുക്ക് 2 ബെഡ്റൂം കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഒരു ബെഡ്റൂം നമുക്ക് ആ ഒരു കോർണറിൽ നമുക്ക് ഒരു ബെഡ്റൂം ഈ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ അതിൽ കുറച്ച് വലിയ ബെഡ്റൂം നമുക്ക് ഈ ഒരു പോർഷനിലാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പുറത്തുള്ള ഒരു ബെഡ്റൂം കണ്ടിട്ട് അത് കാണാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ആദ്യം ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ കാണുന്ന ബെഡ്റൂം 12x12 ഡയമെൻഷനിലുള്ള ഒരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. പിന്നെ നമുക്കിതിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. PVC ഡോർ കൊടുത്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ബ്രാൻഡഡ് ഫിറ്റിങ്സ് എല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ലാസ്റ്റത്തെ ബെഡ്റൂം കൂടെ കാണാം. നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഇവിടുത്തെ ലാസ്റ്റത്തെ ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് 16x12 ഡയമെൻഷനാണ്. കുറച്ച് വൈഡായിട്ടുള്ള ഒരു വലിയൊരു ബെഡ്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. കണ്ടോ? അപ്പോൾ നമുക്ക് ഈ ഒരു ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂമായിട്ടൊക്കെ നമുക്ക് ആക്കാൻ പറ്റും. കാരണം അത്രയ്ക്ക് വലിപ്പവും ഇവിടെ ചെയ്തിരിക്കുന്ന വർക്ക് കുറച്ചും കൂടെ വലുതായിട്ടാണ് അവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്ക് 16x12 ഡയമെൻഷനുള്ള ഒരു ബെഡ്റൂം. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിന് നമുക്ക് ഈ ഒരു സൈഡിലായിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. നമുക്ക് മുകളിൽ താഴെയായിട്ട് കബോർഡ് പോലെ ചെയ്ത് നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ വലിയൊരു വാർഡ്രോബ് വരുന്നത്. നടുക്കായിട്ട് ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ മുകളിൽ പ്രൊഫൈൽ ചാനൽ ലൈറ്റിങ് സ്ട്രിപ്പ് ലൈറ്റൊക്കെയാണ് മുകളിൽ സീലിംഗ് വർക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടെ നോക്കാം. ഈ ഒരു പോർഷനിലാണ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. കൂടാതെ നമുക്ക് ഈ ഒരു ബെഡ്റൂമിൻ്റെ ബാത്റൂം ഉണ്ടോ കുറച്ചും കൂടെ വലുതാണ്. നല്ല സ്പേസ് കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് നല്ല അപ്പോൾ ടൈലൊക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ട് ഒരു പ്രീമിയം ലുക്കിൽ ചെയ്തിട്ടുള്ളതാണ്. ഫിറ്റിങ്സ് ആയാലും നല്ല സ്പേസും കണ്ടോ. തറയിൽ ഗ്രിപ്പിൻ്റെ ടൈൽ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബാക്കി നമ്മുടെ മിററും ബാക്കി ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ടുണ്ട്. ഷവർ നമുക്ക് ഈ ഒരു പോർഷനിലാണ് നമുക്ക് ഷവറും ബാക്കി കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂം കുറച്ചും കൂടെ സ്പേസ് ഉള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ വരുന്നത്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാൽക്കണിയാണ് നോക്കേണ്ടത്. നമുക്ക് ഈ ഒരു പോർഷനിലാണ് ബാൽക്കണി ഏരിയ വരുന്നത്. അപ്പോൾ ഈ ഒരു ബാൽക്കണി വരുന്നത് 12x6 ഡയമെൻഷനിലുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഈ ഒരു ഏരിയയിൽ വരുന്നത്. നമുക്കിവിടെ മുകളിലായിട്ട് ഈ ഒരു ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിവിടെ ഗ്ലാസ് വർക്കും കൂടെ നമുക്ക് ഈ ഒരു പോർഷനിൽ വരാനുണ്ട്. ബാക്കി എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ സൈഡിലായിട്ട് നമുക്ക് വാൾ ടൈലൊക്കെ യൂസ് ചെയ്തിട്ട് ഈ ഒരു തീമാണ് നമുക്കിവിടെ സൈഡിലായിട്ട് വരുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ബാൽക്കണി വരുന്നത്. അപ്പോൾ ഈ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് നമുക്ക് ഈ ഒരു പോർഷനിൽ നമുക്ക് പുറത്തോട്ട് ഒരു എൻട്രൻസ് ഉണ്ട് ബാക്ക് സൈഡിൽ കൂടെ. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇത്രയും ഒരു സ്പേസ് നമുക്ക് ഈ ഒരു പോർഷനിലുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് മുകളിൽ സ്റ്റെപ്പ് കയറാനായിട്ട് നമുക്ക് ഇവിടെ നിന്നാണ് മുകളിലോട്ട് സ്റ്റെയറൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കണ്ട ഈ ഒരു വീടിന് 59 ലക്ഷമാണ് ആസ്കിങ് ചോദിച്ചിട്ടുള്ളത്. അത് നെഗോഷ്യബിളാണ്. നിങ്ങൾക്കപ്പോൾ ഈ വീട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഇപ്പം തന്നെ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാൻ സാധിക്കുന്നതായിരിക്കും. കൂടാതെ നിങ്ങൾക്ക് ലോണിനാണ് ഈ വീട് നോക്കുന്നതെങ്കിൽ നിങ്ങളൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ അനുസരിച്ചുള്ള ലോൺ നമുക്ക് അറേഞ്ച് ചെയ്ത് തരാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സ് പുതിയതായിട്ട് വീട് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ അവർക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരു വീട് കുറച്ചും കൂടെ ബഡ്ജറ്റ് കുറഞ്ഞതാണ് അല്ലെങ്കിൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് കൂടിയ ഒരു ബഡ്ജറ്റിലുള്ള വീടാണ് നിങ്ങൾ നോക്കുന്നതെങ്കിലും നിങ്ങൾ ഏതെങ്കിലും സ്ഥലം പ്രിഫർ ചെയ്ത് ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ അവൈലബിൾ ആയിട്ടുള്ള വീട് നിങ്ങൾക്ക് പോയി കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ പുതിയൊരു വീടിൻ്റെ വിശേഷമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കടന്നു വരാം. എല്ലാവർക്കും നന്ദി.